ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ബോട്ടിൽ ഗാർഡ്, അതായത് ചുരക്കായ, സാമ്പാറിലൊക്കെ ചേർക്കുന്ന നമ്മുടെ ഒരു വെജിറ്റബിൾ ആണ്. ആ ഒരു വെജിറ്റബിൾ ചുരക്കായം കൊണ്ട് ഒരു അടിപൊളി ഹെൽത്തി പായസമാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും നല്ല ക്രീമി ടെക്സ്ചറിൽ, മാവായ ഖോവ ഒന്നും ആഡ് ചെയ്യാണ്ട്, ക്രീമൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ ഈ ഒരു പായസം നമ്മളെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ചുരക്കായ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വലുപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചുരക്കായ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിന്ന് നമുക്കൊരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഈ ചുരക്കായുടെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ചുരക്കായുടെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നടുവിൽ നിന്ന് കട്ട് ചെയ്ത് ഇതൊരു പീസസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പീസസ് ആക്കി എടുക്കാം കേട്ടോ. അത് നോക്കിക്കോളൂ, ഞാൻ ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചുരക്ക നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു പൾപ്പ് ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതിൽ കുഞ്ഞു കുഞ്ഞു സീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഗ്രീൻ പാർട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പൂണിൻ്റെ ഹെൽപ്പിൽ നമുക്കിതാ ഇതേ രീതിയിലൊന്ന് സ്കൂപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു നടുവിലത്തെ ആ ഒരു സ്പോഞ്ച് ഭാഗം നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതാ നോക്കിക്കോളൂ, എന്ത് എളുപ്പത്തിലാണ് നമ്മൾ റിമൂവ് ചെയ്തേക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ പൾപ്പ് ഭാഗം റിമൂവ് ചെയ്ത് നമ്മുടെ ചുരക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്ത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ഭാഗം കിട്ടുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചുരക്കായ ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം, ആ ഒരു നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് കൈമ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു തുണി യൂസ് ചെയ്ത് കനം കുറഞ്ഞ ഒരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണിയിൽ ഞാൻ നമ്മുടെ ചുരക്കായ എല്ലാം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞാൽ മതി. ആ ഒരു വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും. വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. അപ്പം നമ്മുടെ ചുരക്കായ പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒരു കടായിലോട്ടോ അല്ലെങ്കിൽ ഒരു പാനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ കാഷ്യൂസൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂവും ബാദാമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പിസ്ത യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നട്ട്സ് ചെയ്താൽ താല്പര്യം അത് യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായി, ആ സെയിം നെയ്യിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുരക്കായ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ട് ആ ഒരു നെയ്യിലൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചൊവ്വരി ആഡ് ചെയ്യാം കേട്ടോ. ചൊവ്വരി ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ ചൊവ്വരി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 മണിക്കൂർ മുന്നേ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ചൊവ്വരി നമ്മുടെ ഈ ഒരു ചുരക്കായയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചൊവ്വരിയും ചുരക്കായും കൂടെ ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ നെയ്യിലോട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നമ്മുടെ ചുരക്കായും സാബുദാന, അതായത് നമ്മുടെ സാഗോ അല്ലെങ്കിൽ ചൊവ്വരി ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ആ സൈഡിൽ നിന്ന് പാടയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചൊവ്വരിയൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നമ്മുടെ ചൊവ്വരിയുടെ ഏകദേശം ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി മാറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് സ്മാഷ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരക്കായും കൂടെ വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നല്ല ചൂടുണ്ട് കേട്ടോ, പിടിക്കാനേ പറ്റുന്നില്ല. എന്നാലും നമുക്ക് ഇതുപോലെ സ്മാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പായസം നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടാനായിട്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് ഒരു 5 to 6 കാഷ്യൂനട്ടും ഒരു 5 to 6 ബാദാമും കൂടെ ചേർത്ത് ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പൗഡറായിട്ട് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പായസത്തിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ ബാദാമും ആ ഒരു കാഷ്യൂൻ്റെ മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കട്ടയൊക്കെ പിടിച്ച പോലെ തോന്നും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചുടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ തൊട്ട് മധുരം അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് നമ്മുടെ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. ഞാനിവിടെ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതൊരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോയിൽ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്നും ഈസി വേയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ ഇതാ പായസം ഇവിടെ സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യും ബാദാമും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും നല്ല ക്രഞ്ചി ഫീൽ കിട്ടുന്ന ആ ഒരു കാഷ്യും ബാദാമിൻ്റെ ക്രഞ്ചി ഫീൽനെസ്സും ആ ഒരു ക്രീമി ടെക്സ്ചറും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ നെയ്യിലൊക്കെ വട്ടിയ ആ ഒരു പായസം പ്രത്യേക എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു പായസമാണ്. തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.